ഈ ഒറ്റപ്പാലത്ത് ഇദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് UDF ഇദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് PK ശശിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിട്ട് UDF നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് PK ശശിക്ക് മേൽ ഉയർന്നിട്ടുള്ള തീവ്രത കുറഞ്ഞ പീഡനം എന്നുള്ള വാദം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആരോപണം ഉയർന്ന സമയത്ത് PK ശശിയെ കൊണ്ട് പ്രതിരോധിച്ച കോൺഗ്രസിന് PK ശശിയെ തങ്ങളുടെ പാളയത്തിലെത്തിച്ച് പിന്തുണ കൊടുക്കേണ്ടി വരുന്ന ഗതികേട് അവർ രാഷ്ട്രീയമായി പൊതുസമൂഹത്തോട് എങ്ങനെ വിശദീകരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. രമേശ് പിഷാരടിയെ സംബന്ധിച്ചിട്ട് രമേശ് പിഷാരടി ജന്മസ്ഥലമാണ് പാലക്കാട് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എന്ത് പ്രവർത്തന പരിചയമാണുള്ളത്? പാലക്കാട് ഇപ്രാവശ്യം BJP ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ ഷാഫി പറമ്പലിന് വരെ വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരു നേതാവാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിലും ബാലേന്ദ്രൻ മാഷിനെ പരിഗണിക്കേണ്ടിയിരുന്നതാണ് പാലക്കാട്. ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിയിറക്കിയത്. 500 അല്ലെങ്കിൽ 1000 വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ശേഷിയെ ഈ പറഞ്ഞ PK ശശിക്കുള്ളൂ. നമസ്കാരം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇന്ന് തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തകൾ വന്നിരിക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ. പാലക്കാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ തുടക്കം മുതലേ ഉണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് പാലക്കാട് വിവാദങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയാണ്. ഇത്തവണ പാലക്കാട് രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ എത്തുകയും അതിനോടൊപ്പം തന്നെ LDFന്റെ ഭാഗമായിരുന്ന PK ശശി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് കോൺഗ്രസിനോട് അടുക്കുന്ന കാഴ്ചയുമൊക്കെയാണ് കാണുന്നത്. അപ്പോൾ പാലക്കാട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഷൊർണൂർ MLA ആയിരുന്ന PK ശശി ചില വിവാദങ്ങളെ തുടർന്നാണ് CPM-ൽ നിന്ന് അകലുന്നതും ഏറ്റവും അവസാനം CPM-നോട് വിട പറഞ്ഞ് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് എന്ന ഒരു കൂട്ടായ്മയുണ്ടാക്കി ഇപ്രാവശ്യം ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണുള്ളത്. അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കാൻ വേണ്ടതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലത്ത് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഈ ഒറ്റപ്പാലത്ത് ഇദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് UDF ഇദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് PK ശശിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്നാൽ PK ശശിക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം അങ്ങനെ ഒരു ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല. PK ശശി അവിടെ മത്സരിച്ച് കഴിഞ്ഞാൽ പിന്തുണ നൽകാം എന്നുള്ള രീതിയിൽ. കാരണം ഒറ്റപ്പാലത്ത് തന്നെയുള്ള പാർട്ടി പ്രവർത്തകർ, അതായത് കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ ശക്തമായ എതിർപ്പാണ് PK ശശിക്കെതിരെ ഉയർത്തുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത്. എന്നാൽ PK ശശിയെ സംബന്ധിച്ചിട്ട് PK ശശിക്ക് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് മുൻപ് എന്തെങ്കിലുമൊക്കെ കാരണത്താൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിട്ടുള്ള കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. ആ വാസ്തവത്തെ നമുക്ക് കാണാതെ പോകാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ വടക്കാഞ്ചേരി പോലെയുള്ള സ്ഥലത്ത്, വടക്കാഞ്ചേരി നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള K ബാലന്, P ഗംഗാധരൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ കുറേയധികം ആളുകൾ ഇദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര നാൾ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ പ്രസക്തമാണ്. ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 500 അല്ലെങ്കിൽ 1000 മുകളിലേക്കുള്ള ആളുകളെ സ്വാധീനിക്കാനുള്ളൊരു ശേഷി PK ശശിക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിട്ട് UDF നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് PK ശശിക്ക് മേൽ ഉയർന്നിട്ടുള്ള തീവ്രത കുറഞ്ഞ പീഡനം എന്നുള്ള വാദം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉയർന്നു വരുന്ന സമയത്തൊക്കെ തന്നെ കോൺഗ്രസ് പ്രതിരോധിച്ചിരുന്നത് ഈ PK ശശിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ചില MLA-മാരുടെ, മുകേഷ് ഉൾപ്പെടെയുള്ള MLA-മാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഈ മുകേഷ് MLA-യുടെയും അതോടൊപ്പം തന്നെ KB ഗണേഷ് കുമാർ MLA-യുടെയും ഈ പറയുന്ന ആരോപണങ്ങളിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അവരവരുടെ സിനിമാ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് അത്ര വലിയൊരു പ്രാധാന്യം ഉണ്ട് എന്ന് ഞാൻ കൽപ്പിക്കുന്നില്ല. പക്ഷേ PK ശശിക്ക് എതിരെ ഉയർന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അതിനെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആരോപണം ഉയർന്ന സമയത്ത് PK ശശിയെ കൊണ്ട് പ്രതിരോധിച്ച കോൺഗ്രസിന് PK ശശിയെ തങ്ങളുടെ പാളയത്തിലെത്തിച്ച് പിന്തുണ കൊടുക്കേണ്ടി വരുന്ന ഗതികേട് അവർ രാഷ്ട്രീയമായി പൊതുസമൂഹത്തോട് എങ്ങനെ വിശദീകരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അവർ ഒരുപാട് വിയർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൂടാതെ തന്നെ രമേശ് പിഷാരടിയുടെ പാലക്കാട്ടേക്കുള്ള കടന്നുവരവ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടൊക്കെ ഈ തങ്കപ്പൻ എന്ന് പറയുന്ന DCC പ്രസിഡന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാലചന്ദ്രൻ മാഷുണ്ട്, മുൻ DCC പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകർക്ക് അവിടെ അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. രമേശ് പിഷാരടിയെ സംബന്ധിച്ചിട്ട് രമേശ് പിഷാരടി ജന്മസ്ഥലമാണ് പാലക്കാട് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എന്ത് പ്രവർത്തന പരിചയമാണുള്ളത്? ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് നിർത്തുന്നതിലൊന്നും നമ്മൾ തെറ്റു പറയുന്നില്ല. പക്ഷേ പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസിന് പറ്റിയൊരു സ്ഥാനാർത്ഥി ഇല്ല എങ്കിൽ ഈ പറഞ്ഞ കാര്യം ശരിയാണ്. പാലക്കാട് എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ
തീരുമാനിക്കും അവിടെ ആര് സ്ഥാനാർത്ഥിയാകണം എന്ന രീതിയിലേക്കാണ് കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് പാലക്കാട് ജില്ലയിൽ നഷ്ടപ്പെടാൻ പോകുന്ന ആദ്യത്തെ സീറ്റായിട്ട് മാറും പാലക്കാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പാലക്കാട് ഇപ്രാവശ്യം BJP ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ ഷാഫി പറമ്പലിന് വരെ വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരു നേതാവാണ്. അതുകൂടാതെ തന്നെ ഇപ്രാവശ്യം പാലക്കാടിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു BJP കാൻഡിഡേറ്റ് ആണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ള ഒരു പ്രതീതി പാലക്കാട് നിയോജക മണ്ഡലത്തിലുള്ള BJP പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ ശോഭാ സുരേന്ദ്രനെ വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ രണ്ട് വാക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൂടാതെ തന്നെ ഈ ശോഭാ സുരേന്ദ്രന് വ്യക്തിപരമായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട്. ശോഭാ സുരേന്ദ്രൻ പല സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയങ്ങളിലൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടോ ആ മണ്ഡലങ്ങളിലൊക്കെ ഭൂരിപക്ഷം ഉയർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കുന്ന സമയത്ത്, പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സമയത്താണെങ്കിലും, ആറ്റിങ്ങലിൽ പോയി നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ച സമയത്താണെങ്കിലും, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ ഈ C ക്ലാസ് മണ്ഡലമായിട്ട് കിടന്നിരുന്ന മണ്ഡലങ്ങളെയൊക്കെ A ക്ലാസ് മണ്ഡലമാക്കി ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. ആ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് രമേശ് പിഷാരടിയെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുചെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ ബാലചന്ദ്രൻ മാഷിനെ പോലെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ തങ്കപ്പനെയും മറ്റു പല മുതിർന്ന നേതാക്കന്മാരും അവിടെയുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ആയിട്ടുള്ള പല നേതാക്കന്മാരും ഉണ്ട്. അവരുടെയൊക്കെ ഒരു അവകാശമാണ് അവിടെ മത്സരിക്കുക എന്നുള്ളത്. ആ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് രമേശ് പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യാൻ പോകുന്നില്ല, അത് ദോഷമായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ ചിറ്റൂർ പോലെയുള്ള മണ്ഡലങ്ങളുണ്ട്. ചിറ്റൂർ ഇപ്പം നേരത്തെ C അച്യുതൻ എന്ന് പറയുന്ന MLA കുറേ വർഷങ്ങളായിട്ട് ചിറ്റൂരിൻ്റെ MLA ആയിരുന്നു. അതിനുശേഷം K കൃഷ്ണൻകുട്ടിയാണ് ഇപ്പോൾ MLA. അപ്പോൾ K കൃഷ്ണൻകുട്ടിയുടെ മകനും അതോടൊപ്പം തന്നെ ശ്രീ അച്യുതൻ്റെ മകനായിട്ടുള്ള സുമേഷ് അച്യുതനും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും നമുക്ക് ചിറ്റൂർ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്കും മണ്ണാർക്കാട് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഏത് കാൻഡിഡേറ്റ് വന്ന് അവിടെ മത്സരിച്ചാലും വിജയിക്കാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അത് മണ്ണാർക്കാട് UDFിൻ്റെ സീറ്റ് തന്നെയാണ്. മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് UDFിന് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃത്താല മണ്ഡലമാണ്. VT ബൽറാമും MP രാജേഷും കൂടി വീണ്ടും ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവിടെയും ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. അവിടെയും ഈ VT ബൽറാമിന് വിജയസാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനത്തൊരു മത്സരം അവിടെ ഉണ്ടാവും. എന്നാൽ ഈ മുൻ DCC പ്രസിഡന്റ് ആയിട്ടുള്ള ബാലേന്ദ്രൻ മാഷും ഒക്കെ വിചാരിക്കണം അവർക്കൊക്കെ ഒരുപാട് നാളായിട്ട് ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് പോലും മത്സരിക്കാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ലെന്നേ. അപ്പോൾ അതിലൊക്കെയുള്ളൊരു പ്രതിഷേധം ഇവരുടെ മനസ്സിലുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണെങ്കിലും ബാലേന്ദ്രൻ മാഷിനെ പരിഗണിക്കേണ്ടിയിരുന്നതാണ് പാലക്കാട്. ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിയിറക്കിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില മാനസിക വിഷമങ്ങൾ ഈ പാലക്കാട് ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നോക്കുക, പട്ടാമ്പിയിൽ മോഹസിനെ മാറ്റാൻ വേണ്ടിയിട്ട് CPI തീരുമാനിച്ചിട്ടുണ്ട്. അതിന് CPI പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഈ മോഹസിൻ MLA പരാജയമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പട്ടാമ്പി പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ UDFിന് വേണമെങ്കിൽ മത്സരം കാഴ്ചവെക്കാം. ആ മണ്ഡലങ്ങളിലൊക്കെ UDFിന് മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള സമയത്തുമാണ് ഇങ്ങനെയുള്ള രണ്ട് വലിയ പ്രശ്നങ്ങൾ. കാരണം ഒരുപക്ഷെ UDFിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് UDFുകാർ പറയുമായിരിക്കും രമേശ് പിഷാരടി ഒരു വലിയ സംഭവമാണ്, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. അവിടെയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആക്സസ് ലഭിക്കുന്ന ഒരു MLA ആണ് അവർ ആഗ്രഹിക്കുക, ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ആക്സസ് കിട്ടുന്ന ഒരാളായിരിക്കില്ല രമേശ് പിഷാരടി എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ രമേശ് പിഷാരടി ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ MLA-മാരൊക്കെ ആണല്ലോ സാധാരണ ഷോപ്പുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ ഈ ഉദ്ഘാടനങ്ങൾ നടത്തുക. അപ്പോൾ അങ്ങനെ ഉദ്ഘാടനത്തിന് വേണ്ടി രമേശ് പിഷാരടിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ രമേശ് പിഷാരടി പറയും, ഞാൻ ഉദ്ഘാടനത്തിന് പോകണമെങ്കിൽ 5 ലക്ഷം രൂപ എനിക്ക് പൈസ തരണം എന്ന് പറയും. അതാണ് എൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കി. കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, നമ്മൾ സമ്മതിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പാലക്കാട് ജില്ലയ്ക്കകത്തുണ്ട്. രമേശ് പിഷാരടിയും അതോടൊപ്പം തന്നെ PK ശശിയും എത്തുന്നതോടുകൂടി പാലക്കാട് ജില്ലയിൽ UDFിന് വലിയൊരു ഉണർവുണ്ടാകും എന്നൊക്കെയുള്ള രീതിയിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, ചില മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. നമുക്കിവിടെ പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൊത്തം 12 അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് പാലക്കാട് ജില്ലയിൽ ഉള്ളത്. അതിൽ ചിറ്റൂർ, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, പട്ടാമ്പി, പാലക്കാട്, മലമ്പുഴ, ഷൊർണൂർ, തരൂർ, ആലത്തൂർ, നെന്മാറ, തൃത്താല, കോങ്ങാട്. ഈ കോങ്ങാട് ഇപ്പം മറ്റേ VK ശ്രീകണ്ഠൻ MPയുടെ ഭാര്യയായിട്ടുള്ള തുളസിയാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. തുളസി ടീച്ചർ എന്ന് കണ്ട വിളിക്കുന്നത് എനിക്ക് തുളസി ടീച്ചറാണ് മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ചിറ്റൂര് സുമേഷ് അച്യുതൻ ഇത്ര വലിയൊരു മത്സരം കാഴ്ചവെക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ സംശയമുണ്ട്. ഈ മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം ആ മണ്ഡലത്തിൻ്റെ ഒരു സ്ഥിതി തന്നെ ഒരു LDF അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ആ മണ്ഡലം നിയോജകമണ്ഡലം രൂപീകരിച്ചിട്ടുള്ളത് തന്നെ. പിന്നെ അവിടെ നിന്ന് മണ്ണാർക്കാട്
മണ്ണാർക്കാട് തീർച്ചയായിട്ടും അത് UDFന്റെ ഒരു കോട്ട തന്നെയാണ്. അവിടെ UDFന്റെ മുസ്ലിം ലീഗിന്റെ ഏത് സ്ഥാനാർത്ഥി വന്ന് മത്സരിച്ചാലും വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പിന്നീട് ഒറ്റപ്പാലത്ത് PK ശശി പോയി മത്സരിച്ചാലും ഈ പറയുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ളൊരു മാറ്റവും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഓളവും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒറ്റപ്പാലത്ത് സാധിക്കില്ല എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഒറ്റപ്പാലത്ത് ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 500 അല്ലെങ്കിൽ 1000 വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ശേഷിയെ ഈ പറഞ്ഞ PK ശശിക്കുള്ളൂ. മറിച്ച് UDFനകത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി ഒരു കനത്ത മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് പട്ടാമ്പിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പട്ടാമ്പിയിൽ വേണമെങ്കിൽ കോൺഗ്രസിന് ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പാലക്കാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. മലമ്പുഴയെക്കുറിച്ച് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ പോലും ഇല്ല. അവിടെ BJPയും അതോടൊപ്പം തന്നെ CPM തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ എവിടേക്കാണ് പോവുക എന്ന് ചോദിച്ചാൽ അത് CPMന് സ്വാഭാവികമായിട്ടും കിട്ടും. BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക C കൃഷ്ണകുമാർ ആയിരിക്കും. അപ്പോൾ C കൃഷ്ണകുമാർ വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ ചെയ്യും. ആ ഒരു ക്രോസ് വോട്ടിന്റെ ബലത്തിൽ തന്നെ ഈ പറഞ്ഞ മലമ്പുഴയിൽ LDF വിജയിച്ച് കയറുന്ന ഒരു കാഴ്ച, അവിടെ മലമ്പുഴ എന്ന് വലിയൊരു മത്സരം കാഴ്ചവെക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് വരുന്നത് നമ്മൾ കോങ്ങാട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ തരൂര് നമ്മൾ പറഞ്ഞതാണ്. ആലത്തൂരൊന്നും വലിയൊരു മത്സരം. ഇനി രമ്യ ഹരിദാസിന്റെ ഒരു പഴയ രമ്യ ഹരിദാസിന്റെ പ്രതാപം ഇനി വീണ്ടെടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂല. അല്ല, ആലത്തൂർ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് മണ്ഡലം മാത്രമല്ല, നിയമസഭാ മണ്ഡലം കൂടിയാണ്. അപ്പോൾ ആ നിയമസഭാ മണ്ഡലത്തിലൊന്നും ഈ പറയുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടൊന്നും രമ്യ ഹരിദാസിനെ നിന്ന് അവിടെ മത്സരിപ്പിക്കാൻ സാധ്യത വളരെ കുറവാണ്. രമ്യ ഹരിദാസിനെ ചിറയൻകീഴ് അല്ലെങ്കിൽ അടൂർ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിൽ നിന്നും അതിശക്തമായ എതിർപ്പ് ഈ പറഞ്ഞ രമ്യ ഹരിദാസിനെതിരെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നെന്മാറ പോലെയുള്ള മണ്ഡലങ്ങളാണ്. അവിടെയൊക്കെ എത്രത്തോളം ഒരു മത്സരം കാഴ്ചവെക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ കോട്ടയാണ്, ഒരു ഇടത് കോട്ടയായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ 12-ൽ കോൺഗ്രസിന് വേണമെങ്കിൽ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുന്ന 4 മണ്ഡലങ്ങളാണുള്ളത്. 8 മണ്ഡലങ്ങൾ ഏകപക്ഷീയമായിട്ട് പോകും. ഈ പറഞ്ഞതിൽ തന്നെ 2 മണ്ഡലങ്ങളിൽ, അതായത് മലമ്പുഴയും പാലക്കാടും, പ്രധാനമായിട്ട് മലമ്പുഴയിൽ മത്സരം വരിക CPMഉം BJPയുമായിട്ടാണ് മത്സരമെങ്കിൽ പാലക്കാട് BJPയും കോൺഗ്രസുമായിട്ടായിരിക്കും മത്സരം. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ രമേശ് പിഷാരടിയെ പോലുള്ളൊരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ട് ഇടുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് പ്രവർത്തകർ അതല്ലെങ്കിൽ കോൺഗ്രസ് വികാരമുള്ള ആളുകൾ LDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ആരാണോ, LDF സ്ഥാനാർത്ഥി ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല, ഒരുപക്ഷെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എത്താനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് നമുക്ക് പല വൃത്തങ്ങളിൽ നിന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDFൻ്റെതായിട്ടൊരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പ്രവർത്തകരിൽ പല ആളുകളും, പ്രത്യേകിച്ച് ഷാഫി പറമ്പലിനോടും അതോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടും എതിർപ്പുള്ള പല ആളുകളുടെയും ഒരു വിഭാഗം ജനങ്ങളുടെ വോട്ട് നേരിട്ട് CPMന് ലഭിക്കാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പം പലരും ചോദിക്കുമായിരിക്കും, ഷാഫിയും രാഹുലും അവിടെ ഏറ്റവും വലിയ സ്വീകാര്യരായിട്ടുള്ള മനുഷ്യരാണെന്ന്. ഇപ്പം ഒരാൾ സോഷ്യൽ മീഡിയയിൽ ചെന്നിറങ്ങുന്ന സമയത്ത് ഒരു 30 പേരെ കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനധികം വലിയ പ്രശ്നമുള്ള വിഷയമൊന്നുമല്ല, സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങൾ ഗ്രാമീണ മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ ഈ കുടുംബ ബന്ധങ്ങൾക്കും ഒക്കെ വളരെ വലിയ പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. അവർക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയൊന്നും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് രമേശ് പിഷാരടിയെ അവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് ശക്തമായ എതിർപ്പുകൾ കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്നുണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കോൺഗ്രസ് BJP മത്സരത്തിൽ നിന്ന് അത് വീണ്ടും BJP CPM മത്സരത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പിന്നെ മത്സരം കാഴ്ചവെക്കാനായിട്ട് സാധ്യതയുള്ള മണ്ഡലങ്ങൾ തൃത്താല, പട്ടാമ്പി, ചിറ്റൂരും ഒരു പക്ഷേ മത്സരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. മൊത്തത്തിൽ പാലക്കാട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രമേശ് പിഷാരടിയും ഈ പറഞ്ഞ PK ശശിയും പാലക്കാടെത്തി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ അത് തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു പിൻഗാമിയായിട്ട് രമേശ് പിഷാരടി പാലക്കാടേക്ക് എത്തുമ്പോൾ ശരിക്കും ഒരു പാലക്കാടിനെ ഒരു സെലിബ്രിറ്റി മണ്ഡലമാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. കാരണം പാലക്കാടുകാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ട് സാധാരണ നിലയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കൽപ്പുള്ള ജനങ്ങളാണ് പാലക്കാടുകാർ എല്ലാ കാലത്തും. ഇപ്പോഴാണെങ്കിൽ പോലും ഈ രമേശ് പിഷാരടി അവിടേക്ക് എത്തുമ്പോൾ ശരിക്കും
എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. മാത്രമല്ല ഒരു രാഹുൽ വിരുദ്ധ തരംഗം അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് രമേശ് പിഷാരടിയെ പോലുള്ള ഒരാൾ അവിടെ കൊണ്ട് നിർത്തുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ മിസ്കാസ്റ്റാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ രമേശ് പിഷാരടി അവിടെ നിന്ന് വിജയിച്ചു എന്ന് വിചാരിക്കാം. രമേശ് പിഷാരടി പാലക്കാട് നിന്ന് വിജയിച്ചു എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അയാളുടെ കരിയറിനായിരിക്കും കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കാണ് അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെങ്കിൽ രമേശ് പിഷാരടി കൊടുക്കാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് പ്രയോറിറ്റി അയാളുടെ കരിയറിനായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾക്ക് ഒരിക്കലും ആക്സസിബിൾ ആയിരിക്കില്ല. മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയത്തില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇച്ചിരി ഷോ ഓഫ് കാണിക്കുന്നെങ്കിൽ പോലും അയാൾ വല്ലപ്പോഴൊക്കെ അവിടെ ചെല്ലുന്നെങ്കിലും ഉണ്ട്. ഈ രമേശ് പിഷാരടി വന്നു കഴിഞ്ഞാൽ അതും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം താഴെ തട്ടിൽ അവിടെ പൊതുവേ ഉണ്ട്. മാത്രമല്ല, പാലക്കാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ നിന്നാണ്. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ എന്താണോ റിസൾട്ട് അതിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലെയും റിസൾട്ട്.